ഈ സിനിമ കാണാൻ പോകുന്ന ഏതൊരു പ്രേക്ഷകനും എന്താണ് വിചാരിക്കുക? നല്ലൊരു ആക്ഷൻ, അതായത് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞൊരു ആക്ഷൻ സിനിമയായിരിക്കും ഇതാണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഈ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവുക. കാരണം ആന്റണി വർഗീസിന്റെ നോർമൽ സിനിമകളിൽ തന്നെ വലിയ രീതിയിൽ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങളായിരിക്കും ഒട്ടുമിക്ക സിനിമകളിൽ. അതുപോരാത്ത ഈ സിനിമയിൽ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ബോക്സിംഗ് ആണ്. അപ്പൊ എന്തായാലും ഇടിയുടെ പൊടി പൂരമായിരിക്കും, ആന്റണി വർഗീസിന്റെ വേറെ ലെവലായിരിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ. ഈ സിനിമയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാധാരണക്കാരനായ, അതായത് കൊച്ചിയിലെ ചേയിൽ താമസിക്കുന്ന ആഷിക എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ ആന്റണി വർഗീസ് അവതരിപ്പിക്കുന്നത്. ഭാര്യ ലിജുമോളാണ്. ലിജുമോൾ ഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വില്ലൻ കഥാപാത്രം നോക്കുകയാണെങ്കിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള, ഇന്നേ വരെ തോൽവി അറിയാത്ത ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാളാണ്. അതായത് സൈനുൽ അഹ്മദേവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ വരുന്നത്. ഹെവി ആയിട്ടുള്ള സ്ക്രീൻ പ്രസൻസ്, ഹെവി ആയിട്ടുള്ള പഞ്ച്, അതായത് ആ ബോക്സിംഗ് കാര്യങ്ങളൊക്കെ വില്ലിന്റെ കാണിക്കുന്ന രംഗങ്ങളൊക്കെ ശരിക്കും ഇന്റർനാഷണൽ ലെവലിലാണ് സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ശരിക്കും ആ ഒരു ബോക്സിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു വില്ലനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു നായകനാണോ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ ലോജിക്ക് നോക്കരുത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ സിനിമ കാണുന്ന എല്ലാവർക്കും ലോജിക്ക് ആവശ്യമായിട്ട് വരുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ട്. എങ്ങനെയാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു തോൽവി അറിയാത്ത വേൾഡ് ചാമ്പ്യനെ നമ്മുടെ നായകനെ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിയുക? ആ ഒരു ചോദ്യം ഈ സിനിമ കാണുന്ന ഏതൊരു പ്രേക്ഷകനും ഉണ്ടാവും. കാരണം യാതൊരു തരത്തിലുള്ള എക്സസൈസും കാര്യങ്ങളില്ല. കുഴി മടിയാനാണ്, ജോലിക്കും കാര്യങ്ങൾ പോവില്ല, ഫുൾ ടൈം ഉറക്കം, കള്ളുകൂടി, അതേപോലെ തന്നെ സിഗരറ്റ് വലി, അങ്ങനെയുള്ള ലഹരി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ആളടിച്ചത്? അത് തന്നെയാണ് സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കഥയാണ് നമ്മുടെ മുന്നിലേക്ക് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. ഈ സിനിമ തിരക്കഥയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കാരണം കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതൊരു ഏറ്റക്കുറച്ചിലായിട്ട് തോന്നുന്നില്ല. എങ്കിൽ കൂടി വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബോക്സറിനെ സിനിമയിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോക്സർ, അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബോക്സർ, അതും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള ബോക്സർ ആണെങ്കിലും ഈ സിനിമയിൽ നമുക്ക് ഓക്കെ എന്ന് പറയുന്നത്. പക്ഷെ ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള, ഇതുവരെ തോൽവി എന്താണെന്ന് അറിയാത്ത ഒരു ബോക്സറിനെ കൊടുത്തിട്ട് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് അയാൾ തോൽക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പരാജയമായിട്ടും ഏറ്റവും വലിയ നെഗറ്റീവായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ കാണുന്ന ആൾക്ക് എത്രത്തോളം കണക്ട് ആവും എന്നുള്ള അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെയുള്ള ബോക്സിംഗ് സിനിമകൾ, ഇതുപോലത്തെ സ്പോർട്സ് പരമായിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതുപോലെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സീൻ വരും. ആ സീന് ഒരു പാട്ടിൽ അവസാനിപ്പിക്കും. ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെയാണ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലാസ്റ്റ് ഫൈനലായിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ലാസ്റ്റ് നമുക്ക് കാണിച്ചു തരും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ സിനിമയിൽ ബഹുഭൂരിഭാഗം ട്രെയിനിങ് കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ബോറടി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ട്രാക്ക് ക്ലിയർ ആയിട്ട് പോകുന്നില്ല. കുറെ അങ്ങോട്ട് ഹൈപ്പും കാര്യങ്ങളും പോകും, കുറെ മ്യൂസിക് വരും, കുറെ വില്ലനെ കാണിക്കും, പിന്നെ വീണ്ടും ഡൗൺ ആവും, പിന്നെ വീണ്ടും അപ്പാവും, പിന്നെ വീണ്ടും ഡൗൺ ആവും. അങ്ങനെയാണ് സിനിമ പോകുന്നത്. സിനിമയിൽ ബിജിഎം കാര്യങ്ങളൊന്നും എടുത്തു പറയാൻ പറ്റുന്നില്ല. കാരണം വെറുതെ കുറെ മ്യൂസിക് കാര്യങ്ങൾ അടിച്ച് കയറ്റി വിട്ടിട്ടുണ്ട്. വിജയരാഘവന്റെ റോള് ഗംഭീരമായിട്ട് വിജയരാഘവൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ തീ പാറുന്ന പോലെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിലേക്കൊന്നും എത്തിയിട്ടില്ല. എന്നിരുന്നാലും വിജയരാഘവൻ എല്ലാ സിനിമയിലും പോലെ നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. കൊടുത്ത റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. കാരണം ഒരു ബോക്സിംഗ് ആശാന്റെ റോളിലാണ് സിനിമയിൽ വിജയരാഘവൻ വരുന്നത്. അതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പിന്റെ ഒന്ന് രണ്ട് കോമഡീസ് ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അവർ ആന്റണി വർഗീസും അതുപോലെ തന്നെ സൈജു കുറുപ്പിന്റെ കോംബോ നല്ലതായിരുന്നു. സമയം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഒരു തവണ കാണുമ്പോൾ നമുക്ക് ലാഗും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. ഇനി നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന അറിയില്ല. ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന നമുക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ, സാധാരണ നോർമൽ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ സിനിമ പോകുമ്പോൾ എത്രത്തോളം അത് കണക്ട് ആവും, എത്രത്തോളം അത് നെഗറ്റീവായിട്ട് വരും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സിനിമ എനിക്ക് അത്ര വിചാരിച്ച പോലെ ഇഷ്ടപ്പെട്ടില്ല.